+2 തുല്യത ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 11ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പഠിതാക്കൾക്കും സ്വാഗതം. 10ാമത്തെ എപ്പിസോഡിൽ നമ്മൾ നിർത്തിയത് ഫോർ ലേണിംഗ് ദർ ഈസ് നോ ഏജ് ബാർ. ഫോർ ലേണിംഗ് ദർ ഈസ് നോ ഏജ് ബാർ. പഠനത്തിന് പ്രായം ഒരു പ്രശ്നമല്ല. എത്ര പ്രായമായി എന്നുള്ളത് പഠനത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഏത് പ്രായത്തിലും നമുക്ക് പഠിക്കാം. നമ്മളുടെ ഭാവനയുടെ ചക്രവാളങ്ങൾ വലുതാക്കാം. അതുപോലെ തന്നെ നമ്മളുടെ മാനസികമായ വികാസം നേടാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ കൂടുതൽ എംപവർമെൻറ്റ്, കൂടുതൽ ശാക്തീകരണത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇതെല്ലാം വിദ്യാഭ്യാസം നമുക്ക് നൽകുന്ന കഴിവുകളാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം നൽകുന്ന സംഭാവനകളാണ്. For a good cause, if you are determined, you can overcome any obstacle. I will work harder than anybody, but I will do it. For learning, there is no age bar. This is the reply given by the Avva Muttashi of the author to her. ഞാൻ വയസ്സായി നീ കണക്കാക്കണ്ട, ഞാൻ കൂടുതൽ അതിന് ഡിറ്റർമിനേഷനോടുകൂടി, ഡെഡിക്കേഷനോടുകൂടി ഞാൻ പഠനം തുടർന്ന് ഞാൻ പഠിക്കും എന്ന്. എന്നാൽ നിങ്ങൾക്ക് ഈ മുത്തശ്ശിയുടെ ഈ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം മറ്റ് മുത്തശ്ശികളുടെ സ്വഭാവവുമായിട്ട് താരതമ്യം ചെയ്യാവുന്ന, വളരെ നിരാശരായി ഇനി ജീവിതത്തിലൊന്നും ചെയ്യാനില്ല, മുന്നോട്ട് പോകാനില്ല എന്ന് വിചാരിച്ച് ഒതുങ്ങിക്കൂടുന്ന പ്രായമായവരുണ്ട്. അല്ല, നമ്മുടെ ഈ ആരോഗ്യസ്ഥിതിക്കൊക്കെ അനുസരിച്ച് നമുക്ക് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്കും വീണ്ടും ഭൗതികമായ ബുദ്ധിപരമായ നേട്ടങ്ങൾ നേടാനുള്ള അവസരം നമുക്കുണ്ട് എന്ന് തീരുമാനിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മുത്തശ്ശി വളരെ ശക്തിയായൊരു ക്യാരക്ടറാണ്. ഞാൻ പഠിച്ചേ അടങ്ങൂ എന്ന നിശ്ചയദാർഢ്യമുള്ള സ്ത്രീയാണ്. The next day onwards, I started my tuition. Avva was a wonderful student. The amount of homework she did was amazing. She would read, repeat, write, and recite. I was her only teacher, and she was my first student. Little did I know then that one day I would become a teacher in computer science and teach hundreds of students. The next day onwards, I started my tuition. മുത്തശ്ശീനെ പഠിപ്പിക്കാൻ അടുത്ത ദിവസം തന്നെ മുത്തശ്ശീനെക്ക് ട്യൂഷൻ നൽകാൻ തുടങ്ങി. അക്ഷരമാല പഠിക്കുന്നതിനും കന്നഡ ഭാഷ പഠിക്കുന്നതിനും വേണ്ട ട്യൂഷൻ ഈ പേരക്കുട്ടി, നമ്മളുടെ കഥാകാരി, നൽകാൻ തുടങ്ങി. The next day itself, she started her tuition. Avva was a wonderful student. She was a wonderful student. I also have personal experience when I take class for adults like you. I feel how you are reacting to that, how wonderful you are, how much intelligence you have, how you accept all these things. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇങ്ങനെ ഈ കുട്ടികൾ, നിങ്ങളെപ്പോലത്തെ മുതിർന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ എത്ര ഭംഗിയായിട്ടാണ് അവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, എത്ര ഭംഗിയായിട്ടാണ് അവരതിന് പ്രതികരിക്കുന്നത്. അപ്പോൾ ഇത്രയും കഴിവുള്ള ഈ കുട്ടികൾ എന്തുകൊണ്ട്, ഇത്രയും കഴിവുള്ള നിങ്ങൾ എന്തുകൊണ്ട് ഈ വിദ്യാഭ്യാസത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് പുറത്തു പോയി എന്ന് ഞാൻ പല സമയത്തും അത്ഭുതപ്പെടാറ്. അതുപോലെ തന്നെയാണ് നമ്മളെ മുത്തശ്ശി was a wonderful student. The amount of homework she did was amazing.
എത്രത്തോളമാണ് ഗൃഹപാഠം ചെയ്യുക എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. എഴുതുന്നു, വായിക്കുന്നു, വീണ്ടും എഴുതുന്നു, വീണ്ടും അതിൻ്റെ ആവേശം, പഠിച്ച് ഭാഷ സ്വായത്തമാക്കി അടങ്ങൂ എന്നുള്ളതിൻ്റെ ആ ആവേശം മുത്തശ്ശിയിൽ കാണാമായിരുന്നു. the amount of homework she did was amazing. അത്ഭുതമാണ്. She would read, വായിക്കുക, repeat, write and recite. വായിക്കും, ആവർത്തിക്കും, ചൊല്ലി പഠിക്കും. I was her only teacher and she was my first student. ആദ്യമായിട്ട് മുത്തശ്ശിയെ പഠിപ്പിക്കുന്ന ഏക അധ്യാപിക നമ്മുടെ കഥാകാരിയാണ്. ഈ കഥാകാരിയുടെ ആദ്യത്തെ വിദ്യാർത്ഥി ഈ അമ്മയുമാണ്, ഈ മുത്തശ്ശിയുമാണ്. ലിറ്റിൽ ഡിഡ് ഐ നോ then that one day I would become a teacher in computer science and teach hundreds of students. I have told you earlier, മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ കഥാകാരി ഒരു കമ്പ്യൂട്ടർ അധ്യാപികയായിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് എന്ന വിഷയത്തിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയായിരുന്നു. അധ്യാപികയെ കൂടിയാണ് നമ്മളുടെ കഥാകാരി. അന്ന് ഈ മുത്തശ്ശിയെ പഠിക്കുമ്പോൾ ഞാൻ ആലോചിച്ചില്ല, എനിക്ക് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ അധ്യാപികയാവുമെന്നും ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമെന്നും. നെക്സ്റ്റ് പാര. The Dasara festival came as usual. I told you earlier, Dasara festival. For Kannadigas, Vijayadashmi day is also known as Dasara. They call Dasara also, they call Vijayadashmi also, but usually they say it is Dasara. You might have heard of Mysore Dasara. മൈസൂർ എന്ന കർണാടകയിലെ മൈസൂർ പട്ടണത്തിൽ ദസറ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചൊല്ലനുണ്ട്, ദസറയ്ക്ക് പട്ടി കുടുങ്ങിയ മാതിരി. അതായത് അത്രയും ജനത്തിരക്കുള്ള വലിയൊരു ആഘോഷമായിട്ടാണ് ദസറ. ആ ദസറ നാളിൽ വിദ്യയുടെ ദേവതയെ പൂജിക്കും. വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് വിദ്യയുടെ ദേവതയായ സരസ്വതിയെയും കാളിയൊക്കെ പൂജിക്കുന്ന സമയമാണ്. The Dasara festival came as usual. Secretly, I bought Kashi Yatra, which had been published as a novel by that time. My grandmother called me to the puja place and made me sit down on a stool. She gave me the gift of a frock material. Then she did something unusual. She bent down and touched my feet. She bent down and touched her feet. I was surprised and taken aback. ഞാൻ ഞെട്ടിപ്പോയി, കാലൊന്നും പിന്നോട്ട് വലിച്ചു. Back. Elders never touch the feet of youngsters. We have always touched the feet of God, elders and teachers. We consider that as a mark of respect. It is a great tradition, but today the reverse had happened. It was not correct. വലിയ അത്ഭുതമായൊരു സംഭവം ഉണ്ടായി. ദസറേൻ്റെ അന്ന് the Dasara festival came as usual secretly. I bought Kashi Yatra, which had been published as a novel by that time. Kashi Yatra is a novel. At that time, that was published in Karmavira as episodes. But later, it became a bound book, published as a book, had been published as a novel. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ മുട്ടത്ത് വർക്കീൻ്റെയൊക്കെ പല പല നോവലുകളും ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അത് ഒന്നിച്ചു കൂട്ടി ഒരു നോവലായി പ്രസിദ്ധീകരിക്കും. എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മുഴം മാതൃഭൂമിയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചതാണ്. ഓരോ കൊല്ലത്തിലും ഓരോ ആഴ്ചയിലും ഓരോ പ്രത്യേക ഭാഗമായി പ്രസിദ്ധീകരിച്ചാണ് നീണ്ട. പിന്നീട് അതെല്ലാം നോവലായിട്ട് പ്രസിദ്ധീകരിക്കും. അതുപോലെ നമ്മളെ ഈ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചിരുന്ന കാശിയാത്ര അന്ന് ഒരു നോവലായി പ്രസിദ്ധീകരിച്ചു. യയാതി, ഖാണ്ഡേക്കറുടെ യയാതി, ഇങ്ങനെ പല നോവലുകളും ഇങ്ങനെ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഒന്നിച്ചു.
അതുപോലെ നമ്മളെ നോവലും എന്ത് ചെയ്തു. അപ്പോൾ നമ്മളെ കഥാകാരി ആ പുസ്തകം വാങ്ങി ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ് മുത്തശ്ശിക്ക്. അപ്പോൾ അതിനൊരു സൂത്രമുണ്ട് ഇത് വാങ്ങിയതിന്. സീക്രട്ട്ലി ആരും അറിയാതെ വാങ്ങി കയ്യിൽ വെച്ചു. ആ സമയത്തേക്ക് അതൊരു നോവലായിട്ട് പബ്ലിഷ് ചെയ്തു. മൈ ഗ്രാൻഡ് മദർ കോൾ മീ ടു ദി പൂജ പ്ലേസ് ആൻഡ് മെയ്ഡ് മീ സിറ്റ് ഡൗൺ ഓൺ എ സ്റ്റൂൾ. പൂജ നടക്കുന്നൊരു മുറി ഉണ്ടാവും എല്ലാ വീടുകളിലും. ആ പൂജ നടക്കുന്ന ആ മുറിയുടെ ആ ഭാഗത്തേക്ക് എന്നെ ഗ്രാൻഡ് മദർ വിളിപ്പിച്ചു. എന്നിട്ട് എന്നോട് സ്റ്റൂളിൽ ഇരിക്കാൻ പറഞ്ഞു. ഷീ ഗേവ് മീ മൈ ഗ്രാൻഡ് മദർ കോൾ മീ ടു ദി പൂജ പ്ലേസ് ആൻഡ് മെയ്ഡ് മീ സിറ്റ് ഡൗൺ ഓൺ എ സ്റ്റൂൾ. ഷീ ഗേവ് മീ ദ ഗിഫ്റ്റ് ഓഫ് എ ഫ്രോക്ക് മെറ്റീരിയൽ. സമ്മാനമായി ഒരു ഉടുപ്പിൻ്റെ തുണി തന്നു. ഷീ bent down and touched my feet. What happened is that our grandmother, her grandmother, called her to the puja place. Come on, come to the puja place. And showed a stool. Shown a stool. Sit here. And the grandmother gave her a piece of frock material as a gift. And what then she did is surprising. Then she did something unusual. അസാധാരണമായൊരു കാര്യം ചെയ്തു. ഷീ bent down and touched my feet. ഈ കുട്ടിയുടെ കാല് തൊട്ട് വന്നിച്ചു. I was surprised and taken aback. ഇത് കണ്ടപ്പം മുത്തശ്ശി മരുമകളെ പേരക്കുട്ടിയുടെ കാല് തൊട്ട് വന്നിക്കുന്ന ആ കാല് തൊടാൻ വന്നപ്പം പേരക്കുട്ടി നമ്മളെ കഥാകാരി ഒന്ന് പിന്നിലേക്കുന്നു. എന്താണതൊരു അത്ഭുതം. I was surprised and taken aback. Elders never touch the feet of youngsters. You all know. സാധാരണ വന്നിക്കുന്നതിനും മറ്റുള്ളവരുടെ ബഹുമാനിക്കുന്നതിനും വേണ്ടി ഒരിക്കലും ചെറുപ്പക്കാരായവരെ മുതിർന്നവർ കാല് തൊട്ട് വന്നിക്കാറില്ല. മുതിർന്നവരെ ചെറുപ്പക്കാരായവർ കാല് കൂട്ടി വന്നിക്കുകയാണ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ്, റെസിപ്രോക്കൽ ദിസ് തിങ്, the opposite has happened. Opposite happened. Instead of our writer touch the feet of grandmother touched the feet of our young writer. Elders never touch the feet of youngsters. We have always touched the feet of God, elders and teachers. മൂന്നാൾക്കാരുടെ കാല് തൊട്ടാണ് നമ്മൾ വന്ദിക്കാറ്. ദൈവത്തിൻ്റെ ഗുരുനാഥന്മാരുടെ, രക്ഷിതാക്കളുടെ, അധ്യാപകർ, മുതിർന്നവർ, ദൈവം, ഇവരുടെ കാല് തൊട്ടാണ് നമ്മൾ വന്ദിക്കാറുള്ളത്. അതിപ്പോൾ വന്ദിക്കുന്നത് കാല് തൊട്ടായാലും അല്ലെങ്കിലും നമ്മൾ ഗ്രീറ്റ് ചെയ്യാറ് സാധാരണ നമ്മൾ ബഹുമാന സൂചകമായി നമ്മൾ അഭിസംബോധന ചെയ്യാറ് ദൈവത്തെയും അധ്യാപകനെയും നമ്മളെക്കാൾ മുതിർന്നവരെ തന്നെയാണ്. അതിൽ യാതൊരു വ്യത്യാസമില്ല. ഇവിടെ ഹിന്ദു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബമായതുകൊണ്ടാണ് ഒരു കാല് തൊട്ട് വന്നിക്കുക എന്നുള്ള അഭിസംബോധന അല്ലെങ്കിൽ ബഹുമാനാർത്ഥം നടത്തുന്ന അഭിസംബോധന ചെയ്യുന്നത്. വി കൺസിഡർ ദാറ്റ് ആസ് എ മാർക്ക് ഓഫ് റെസ്പെക്റ്റ്. അതൊരു ബഹുമാന സൂചകമായി ചെയ്യുന്നതാണ്. It's a great tradition, but today the reverse has happened. It was not correct. അതൊരു വലിയ പാരമ്പരാഗതമായിട്ട് നടന്നു വരുന്നത്. പക്ഷേ today what happened? The reverse happened. Instead of touching the feet of grandmother touched the feet of granddaughter. Grandmother touched the feet of granddaughter. That's the reverse. Here the reverse happened. There is a secret in it. Why that happens? She said, I am touching the feet of a teacher, not my granddaughter. How beautiful her mind is. How wide his mind is. ഞാൻ എൻ്റെ പേരക്കുട്ടിയുടെ കാല് തൊട്ടതല്ല, ഞാൻ എന്നെ അക്ഷരം പഠിപ്പിച്ചു തന്ന അധ്യാപികയുടെ കാലാണ് തൊട്ടത്. ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർ പ്രായം കുറഞ്ഞ അധ്യാപകരുണ്ടായിരിക്കും. ആ അധ്യാപകരെ നിങ്ങൾ ബഹുമാനത്തോടു കൂടി സർ എന്ന് വിളിക്കുന്നു, എടാ പോടാ എന്നല്ലല്ലോ വിളിക്കാം. അപ്പോൾ ബഹുമാനത്തോടു കൂടി വിളിക്കുന്നത് നിങ്ങൾ എന്നേക്കാളും പ്രായം കുറഞ്ഞവൻ എന്നുള്ളതല്ല, എനിക്ക് രണ്ടക്ഷരം പറഞ്ഞു തരുന്ന എൻ്റെ അധ്യാപകൻ എന്നുള്ള നിലക്കാണ് നമ്മൾ അവരെ ഗിവിങ് എ മാർക്ക് ഓഫ് റെസ്പെക്റ്റ്. ഇൻ വാട്ട് വേ ഇറ്റ് ഈസ്, സം വേ ഇറ്റ് മേ ബി ഡിഫറെൻറ്റ്, ഓർ സം മേ ബി യു മേ ബി സം ഡേ സം
People may call sir, or some behave in another way. Some give namaskar and all that. It is different. But you respect the teacher, not the person. Here, granddaughter is the teacher of the grandmother. So grandmother told, I am touching the feet of my teacher, not my granddaughter. A teacher who taught me so well, with much of affection, and I can read any novel confidently in such a short period. Now I am independent. It is my duty to respect a teacher. Is it not written in our scriptures that a teacher should be respected irrespective of gender and age? അതായത് ഞാനിവിടെ കാല് തൊട്ട് വന്നിച്ചത് അല്ലെങ്കിൽ ഞാൻ ബഹുമാനിച്ചത് ബഹുമാന സൂചകമായി ആ പ്രവൃത്തി ചെയ്തത് എന്നെ നന്നായി പഠിപ്പിച്ച ഒരു അധ്യാപികയ്ക്കാണ്, അധ്യാപികയ്ക്കാണ്. വിത്ത് സോ മച്ച് ഓഫ് എഫെക്ഷൻ, വളരെ സ്നേഹത്തോടു കൂടി എന്നെ പഠിപ്പിക്കുകയും എന്നെ ഒരു നോവൽ പൂർണ്ണമായി വായിക്കാനും, കന്നഡയിൽ എഴുതിയിട്ടുള്ള നോവൽ പൂർണ്ണമായിട്ട് വായിക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സ്വാതന്ത്ര്യത്തോടു കൂടി എനിക്ക് ആത്മവിശ്വാസത്തോടു കൂടി മറ്റുള്ളവരുടെ ആശ്രയിക്കാതെ ചെയ്യാനും വേണ്ടി പ്രയത്നിച്ച എൻ്റെ അധ്യാപികയ്ക്കാണ് ഞാൻ ആ സല്യൂട്ട് കൊടുത്തത്. നൗ ഐ ആം ഇൻഡിപെൻഡൻറ്റ്. ഞാൻ സ്വാതന്ത്ര്യമാണിപ്പോൾ. എനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ മറ്റുള്ളവരുടെ സഹായം തേടേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരുടെ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ അവരുടെ സഹായം എനിക്ക് ആവശ്യമില്ല. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ടു റെസ്പെക്റ്റ് എ ടീച്ചർ. ഇതിൻ്റെ കടമയാണ്. ഒരു അധ്യാപികയെ അല്ലെങ്കിൽ ഒരു അധ്യാപകനെ ബഹുമാനിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഈസ് ഇറ്റ് നോട്ട് റിട്ടൺ ഇൻ അവർ സ്ക്രിപ്റ്റേഴ്സ് that a teacher should be respected irrespective of gender and age? നമ്മളെ മുൻകാലങ്ങളിലെ വേദങ്ങളിലും പുരാണങ്ങളിലൊക്കെ എഴുതിയിട്ടില്ലേ ഒരധ്യാപകനെ അല്ലെങ്കിൽ ഗുരുവിനെ ബഹുമാനിക്കണം എന്നുള്ളത്? ഇർറെസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ ആൻഡ് ഏജ്. അവിടെയാണ് എൻ്റെ പ്രത്യേകത. അധ്യാപികയാണെന്ന് വിചാരിച്ചൊരു ബഹുമാനം കുറവും അധ്യാപകനാകുമ്പോൾ ഒരു ബഹുമാനം കൂടുതലില്ല. ഇർറെസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ. ആണാണോ അധ്യാപകൻ, ആണാണോ ടീച്ചർ, പെണ്ണാണോ ടീച്ചർ എന്നുള്ളത് ഇവിടെ ചോദ്യമല്ല. ഇർറെസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ഇർറെസ്പെക്റ്റീവ് ഓഫ് ഏജ്, യു മസ്റ്റ് റെസ്പെക്റ്റ് യുവർ ടീച്ചർ. ബിക്കോസ് teacher gives you knowledge. So you may be elder than a teacher, you may be richer than a teacher, you may be intelligent than a teacher, but a teacher gives you knowledge. You must respect that teacher irrespective of her gender. ആണ് വർഷന്മാർ വരുമ്പോൾ ഒന്നൊരു ബഹുമാനം കുറച്ച് കൂടുതലും, പെണ്ണ് ടീച്ചർമാർ വരുമ്പോൾ ഒരു ബഹുമാനം കുറവില്ല. പ്രായം ഇതിന് ബാധകമല്ല. I did return namaskara to her by touching her feet and gave my gift to my first student. ഞാൻ പെണ്ണീറ്റ് നിൻ്റെ മുത്തശ്ശീനെ എനിക്ക് തൊടാമല്ലോ. ഞാൻ വേഗം നമസ്കാരം പറഞ്ഞു മുത്തശ്ശീനോട്. അവളുടെ മുത്തശ്ശിയുടെ കാല് വിട്ടു. എന്നിട്ട് ഞാൻ ആരും അറിയാതെ വാങ്ങിക്കൊണ്ടുവന്ന മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മവീര എന്ന് പറഞ്ഞ ബുക്ക് മുത്തശ്ശിക്ക് സമ്മാനം കൊടുത്തു. She opened it and read immediately the title. She opened it and read immediately. പെട്ടെന്ന് വായിച്ചു, തുറന്ന് അപ്പം തന്നെ വായിച്ചു. എന്താ ടൈറ്റിൽ? അതിൻ്റെ പേര് കാശി യാത്ര ബൈ ത്രിവേണി ആൻഡ് ദ പബ്ലിഷേഴ്സ് നെയിം. ത്രിവേണി എന്നുള്ള എഴുത്തുകാരിയുടെ പേരും വായിച്ചു, ഒപ്പം തന്നെ അത് പ്രസിദ്ധീകരിച്ച ആളുടെ പേര്. I know that my student had posed with flying colors. എൻ്റെ വിദ്യാർത്ഥി പോസ്റ്റ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്, ഉന്നതമായ മാർക്കോടുകൂടി, വളരെ ഉന്നതമായ വിജയത്തോടു കൂടി, ഫുൾ A+ കൂടി പാസ്സായി എന്നുള്ളതാണ്. അതൊരു ഇഡിയമാണ്. അതിൻ്റെ അർത്ഥം ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ പറക്കുന്ന നിറങ്ങൾ എന്നല്ല. ഫ്ലൈയിങ് കളേഴ്സ് എന്ന് ഒന്നിച്ച് കൂടുമ്പോൾ അതിനൊരു പൊതു അർത്ഥം വരും. ഫ്ലൈയിങ് കളേഴ്സ് എന്ന് ഒന്നിച്ച് പറയുന്ന സമയത്ത് അതിനൊരു പൊതുവായ അർത്ഥം വരും. രണ്ട് വാക്കുകൾ കൂടിയിട്ട് അതിനൊരു പൊതുവായ, അതിന് ഇഡിയംസ് എന്നാണ് പറയാം. അപ്പോൾ മൈ സ്റ്റുഡൻറ്റ് ഹാഡ് പാസ്ഡ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ഐ വിഷ് ഓൾ മൈ സ്റ്റുഡൻസ് ടു പാസ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് ഇൻ യുവർ എക്സാമിനേഷൻ.
I am sure about that also. Be confident. Now, we move to the questions. Read and respond. Here what I am telling is, I will read the question. I will translate the question to Malayalam. Then you will understand the question. Then you have to read the passage, textbook, and find out where the answer is. For that, you should repeatedly view the video. Then only you can understand. You do one thing. You read the passage. If you meet with some difficulty, you watch the video again and again and find out the answer by yourself and try to write in a piece of paper. Read it and modify it. That will be the correct answer. No problem. Self-evaluation, you can evaluate it. Okay? So I go to read. What was the speciality of Triveni's writing? ത്രിവേണി എന്ന കഥാകാരിയുടെ എഴുത്തിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? We go back to the passage. At that time, Triveni was a very popular writer in Kannada language. Second para. She was a wonderful writer. The answer is here. Her style was easy to read and very convincing. Her style was easy to read and very convincing. The stories usually dealt with the complex psychological problems in the lives of ordinary people and were always very interesting. മുട്ടത്ത് വർക്കിയുടെയൊക്കെ കാനമീജയുടെയൊക്കെ നോവൽ പോലെ വളരെ സുന്ദരമായ വളരെ ലളിതമായ ഭാഷയിൽ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ സങ്കീർണമല്ലാത്ത ഭാഷയിലുള്ള എഴുത്തായിരുന്നു അത്. പിന്നെ ചുറ്റുപാടും നടക്കുന്ന ചില മാനസിക പ്രശ്നങ്ങൾ മനുഷ്യന് മനസ്സിലാവുന്ന നിത്യജീവിതത്തിൽ സാധാരണക്കാരൻ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എഴുത്തായിരുന്നു. അത് ഈ പുസ്തകത്തിലുള്ളത് നോക്കി വീണ്ടും വീണ്ടും വായിക്കുക, ആൻസർ എഴുതുക. Why did the old lady in Kashi Yatra give away all her savings? ആൻസറൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും ഇപ്പോൾ. Why did the old lady in Kashi Yatra give away all her savings? എല്ലാ സേവിങ്സും കാശിയാത്രയിൽ ഉള്ള വയസ്സായ സ്ത്രീ, കാശിയാത്ര എന്ന നോവലിലെ വയസ്സായ സ്ത്രീ, നമ്മുടെ മുത്തശ്ശിയല്ല, അതാ പറയുന്നത്. ആ സ്ത്രീ അവളുടെ എല്ലാ സമ്പാദ്യവും എന്തിനു വേണ്ടിയാണ് ചിലവാക്കിയത്? യു മേ ഓൾ നോ ദ ഹാപ്പിനെസ്. At the end, the old lady gives away all her saving without going to Kashi. കാശിയിലേക്ക് പോവാതെ എല്ലാ സേവിങ്സും ഒരു പെൺകുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി കൊടുത്തു. അത് നിങ്ങൾ ഈ പാസേജ് വായിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് അവിടെ വരട്ട് എഴുതി പുതിയൊരു പേപ്പറിലേക്ക് എഴുതി പഠിച്ചുകൊണ്ടേയിരിക്കണം. അത് if I can give an answer directly, no problem. I can give you write the answer. This is the answer for this question. That I don't think that will improve your English, or will it help? I don't think it will help you in any way. So you read the passage and find out what is there in it, and write by yourself and read it, modify it. It will be the correct answer, no problem. Why was the grandmother fond of the novel Kashi Yatra? എന്തുകൊണ്ടാണ് നമ്മളുടെ കഥാകാരിയുടെ മുത്തശ്ശിക്ക് കാശിയാത്ര വളരെ ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ്? Young orphan. My grandmother never went to school. She could come to read. During the time, she would forget all her work and listen. Later, with the greatest concentration. My grandmother too never went to Kashi
and she identified herself with the novel protagonist. നമ്മളിപ്പോൾ പണക്കാരനല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൽ ഐഡൻറ്റിഫൈ ചെയ്യും. ഒരു നോവൽ വായിക്കുമ്പോൾ അതിലെ കഥാപാത്രമായി നമ്മൾ സ്വയം താതാത്മ്യം പ്രാപിക്കും. അങ്ങനെ നമ്മുടെ മുത്തശ്ശി, ഈ കാശി കാണാത്ത നമ്മുടെ മുത്തശ്ശിയും ഈ കർമ്മവീര എന്ന് പറഞ്ഞ വീക്കിലിൽ വരുന്ന കാശി യാത്ര എന്ന നോവലിലെ മുത്തശ്ശിയാണ് എന്ന് സ്വയം താതാത്മ്യം പ്രാപിച്ച ഒരു സന്തോഷം കണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും താല്പര്യം ഉണ്ടായത്. അത് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. മൈ ഗ്രാൻഡ് മദർ ടു നെവർ വെന്റ് ടു കാശി ആൻഡ് ഷീ ഐഡൻറ്റിഫൈഡ് ഹെർസെൽഫ് വിത്ത് ദ നോവൽസ് പ്രൊട്ടഗോണിസ്റ്റ്. ആ നോവൽസ് പ്രൊട്ടഗോണിസ്റ്റ്, ആ നോവലിൻ്റെ കഥാനായികയുമായിട്ട് അവർ താതാത്മ്യം പ്രാപിച്ചു. എങ്ങനെയാണ് സംഭവിക്കുക? നമ്മൾ മോഹൻലാലിൻ്റെ ദേവാസുരോ അല്ലെങ്കിൽ മറ്റ് ആറാം തമ്പുരാനൊക്കെ ഇറങ്ങി വരുമ്പോൾ അറിയാതെ ആണുങ്ങളൊന്നും മീശ പിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മറ്റേ മണിച്ചിത്രത്താഴ് കാണുമ്പോൾ കുറേ കാലം കണ്ടു കഴിയുമ്പോൾ നമ്മൾ പെൺകുട്ടികളൊക്കെ ആ ശോഭനേൻ്റെ ഒരു സ്റ്റൈലിലേക്ക് അത് ആ കഥാപാത്രമായിട്ട് താതാത്മ്യം പ്രാപിക്കും. ചിലപ്പോൾ ചില നോവലുകൾ വായിച്ചു കഴിഞ്ഞാൽ അത് ഞാനാണ്, രണ്ടാം മൂഴമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഭീമനാണ് ഞാൻ, രണ്ടാമത്തെ മക്കളൊക്കെ ആണെങ്കിൽ ഭീമനാണ് എന്ന് ഞാൻ തോന്നിപ്പോവും. അപ്പോൾ അത്രയും നമുക്ക് ആ നോവൽ ഇഷ്ടപ്പെടും. അതേപോലെ ഈ മുത്തശ്ശിക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടു. ഹൗ ഡിഡ് ദ ഗ്രാൻഡ് മദർ റിയലൈസ് ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ? എങ്ങനെയാണ് ഈ ഗ്രാൻഡ് മദർ വിദ്യാഭ്യാസത്തിൻ്റെ വില മനസ്സിലാക്കിയത്? എല്ലാവർക്കും അറിയാം, വൺസ് ഡേ our writer went for her cousin's marriage. Instead of 2 days, she took 1 week. So at that time, the weekly came. She could not read it at all. She could not read it. She was very eager to read all these things, but she could not read it at all. വായിക്കാനേ കഴിഞ്ഞില്ല, ഈഗറായിരുന്നു. വായിക്കണമെന്ന് അപ്പോഴാണ് എന്ത് മനസ്സിലാക്കിയത്? വിദ്യാഭ്യാസത്തിൻ്റെ. മറ്റത് കുട്ടി വായിച്ചു കൊടുക്കും, മനസ്സിലാവും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പല ആൾക്കാരുടെ അടുത്തും കാണിക്കാനുള്ള ചമ്മലും, ആരോട് അവസാനം അവിടെ പോയിട്ട് വരെ വായിക്കണമെന്ന് വരെ ആലോചിച്ചു. അപ്പോൾ ദാറ്റ് ഹാസ് ബീൻ റിട്ടൺ ഇൻ ദിസ് പാസേജ്. I opened the magazine and I saw the picture. That accompanies the story and I could not understand anything that was written. Many times rubbed my hands over the passage wishing they could understand what is written. But I know it was not possible. If only I was educated enough, I waited eagerly for your turn. I felt you would come early and read for me. I even thought of going to the village and asking you to read for me. I could have asked somebody in this village, but I was too embarrassed. I felt so very dependent and helpless. We are well off, but what is the use money and I cannot be independent. അപ്പോഴാണ് മനസ്സിലായതെന്ത്? ഈ നോവൽ വായിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഈ ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഈ മുത്തശ്ശിക്ക് എന്ത് തോന്നിയത്? വിദ്യാഭ്യാസത്തിൻ്റെ വില തോന്നി. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ വില തൽക്കാലം നമ്മൾ മലയാളത്തിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം തെറ്റുകൾ സ്വയം ഒന്ന് വായിച്ചതിന് ശേഷം തിരുത്തി വെക്കുക. ഫോർ യുവർ റെഫറൻസ് യു യൂസ് ദിസ് പാസേജ്. ഓക്കെ. അവ വാസ് എ വണ്ടർഫുൾ സ്റ്റുഡൻറ്റ്. ഡു യു അഗ്രി? വൈ? അവ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ട്. കാരണം എന്താ? അവ എന്ത് ചെയ്തിരുന്നു? ദ എമൗണ്ട് ഓഫ് ഹോംവർക്ക് ഷീ ഡിഡ് വാസ് അമേസിങ്. എത്രത്തോളം അവ ചെയ്തിരുന്ന ഹോംവർക്കിൻ്റെ ഒരു കണക്ക് നോക്കിയാൽ വളരെ അത്ഭുതാവഹമായിരുന്നു. ഷീ വുഡ് റീഡ്, റിപ്പീറ്റ്, റൈറ്റ് ആൻഡ് റിസൈഡ്. അത് വായിക്കുകയും എഴുതുകയും പിന്നെ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവ എന്തായിരുന്നു? നമ്മൾ സമ്മതിക്കുന്നു അവ ഒരു വണ്ടർഫുൾ സ്റ്റുഡൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മളത് കണ്ടെത്താതെ നമ്മളിപ്പോൾ ഞാനത് കറക്റ്റായിട്ട് ആൻസറുകൾ പരീക്ഷാ സമയങ്ങളിലൊക്കെ നമുക്ക് ലാസ്റ്റ് എപ്പിസോഡുകളിലൊക്കെ അത് കൃത്യമായി പറയാം. അതല്ലാത്ത സമയത്തൊക്കെ സ്വയം നിങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിന് തന്നെ പേര് സെൽഫ് സ്റ്റഡിയിങ് മെറ്റീരിയലാണ്. There are a lot of resources
You can use internet, web and all that things. You can have textbooks from other sites. You have a lot of study materials available. You read it, repeat it, use dictionary and understand yourself. Okay. What was the gift that the author gave her grandmother? Author ഒരു ഗിഫ്റ്റ് കൊടുത്തു. എന്തായിരുന്നു ആ ഗിഫ്റ്റ്? She gave the novel Kashi Yatra. At that time, the novel, it was published as a novel. It was published as parts, as episodes in the weekly Karmavira. But finally, when the novel ended, they made it a novel, a big novel, and published. That novel was available at that time. Secretly, our author bought that book and gifted her. She gifted her the novel Kashi Yatra. Or she gave Kashi Yatra to the grandmother as a gift. Why does the author say that her student had passed with flying colors? എന്തുകൊണ്ടാണ് നമ്മൾ ഈ കഥാകാരി നല്ല ഫ്ലൈയിങ് കളേഴ്സ് ഫുൾ A+ഓടുകൂടിയാണ് പാസ്സായതെന്ന് പറയാൻ കാരണം ഈ കർമ്മവീര ഈ ബുക്കുകൾ കൊടുത്തപ്പോൾ when she gave the book, she opened it and read immediately the title Kashi Yatra by Triveni and the publisher's name. Then the author understood that her student has passed with the flying colors. അതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യം കറവഹരി എന്ന് മനസ്സിലായി. ഇനി ഇതിൽ one important thing is there in this passage. For learning there is no age bar. Do you agree with this statement? Prepare a write-up on the importance of adult education, highlighting its merits. It's a very good saying. For learning there is no age bar. Do you agree with that statement? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്? അങ്ങനെയാണെങ്കിൽ റൈറ്റപ്പ് ഓൺ ദി ഇമ്പോർട്ടൻ്റ് ഓഫ് അഡൾട്ട് എഡ്യൂക്കേഷൻ, വയോജന വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതുന്നു. വിദ്യാലയത്തിൽ നിന്ന് യു ക്യാൻ റൈറ്റ് ഇൻ സോ മെനി വേസ്. ദർ ആർ സോ മെനി ഡ്രോപ്പ് ഔട്ട്സ് ഫ്രം ഫോർമൽ എഡ്യൂക്കേഷൻ. Even though some situations, circumstances of when they were students could prevented them from doing formal education, but they want to study. They want to improve themselves. They all have some occupation and all that to improve their occupation and to get a promotion and to grow intellectually. For all that things they need education. If adult education is not there, even can you become a +2 student or can you pass 10th standard examination, or can you be a +10 student, or can you pass +2? Like that you can write the importance, highlight its merits, gunangal. You may feel lot of merits, lot of gunangal for adult education. Adult education has given me such and such things, or adult education will help in the empowerment of women, or adult education will improve the quality of service which now you are giving, or improve the efficiency in your occupation, like that it goes. And another activity which you might have heard about emails. An email. Here, there is a format of email in Unity, page number 42. Once one student told me to tell the page number 42. Imagine that you have received the email given below, sent by your friend Jean. ആ പിക്ചർ പരിശോധിച്ച് നോക്കുക. He Sunita, I came to know that you
organized a surprise birthday party for your mother. I would like to hear more about it. What kind of party did you organize? Who all did you invite? How did it go? Do let me go. Let me know. Love, G. ഒരു ഇമെയിൽ സന്ദേശമാണ്. ആ ഇമെയിൽ സന്ദേശം നിങ്ങൾ ഓപ്പൺ വിത്ത് ആ ഇമെയിൽ സന്ദേശം തുടങ്ങുന്നത് ഹായ് സുനിത. ഇറ്റ്സ് എൻ ഇൻഫോർമൽ. ഹായ് സുനിത. അല്ലെങ്കിൽ എന്നോടിപ്പോൾ സാധാരണ ഒരു അധ്യാപകരോട് ഹായ് ടീച്ചർ എന്നല്ല പറയാം, സർ ടീച്ചർ എന്നല്ല പറയാം. സുഹൃത്തിനോട് പറയുന്ന ഇൻഫോർമൽ ആയിട്ടുള്ള ഫോർമൽ അല്ലാത്ത ഗ്രീറ്റിംഗ് ആണ് ഹായ്. I came to know that you organized a surprise birthday party for your mother. അമ്മയ്ക്കൊരു ആശ്ചര്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പെട്ടെന്നുള്ളൊരു ബർത്ത്ഡേ പാർട്ടി, സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി. അതായത് മുൻകൂട്ടി തീരുമാനിക്കാതെ അമ്മയുടെ മുന്നിൽ പെട്ടെന്ന് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് ഒരു സർപ്രൈസായിട്ട് കൊടുക്കുന്ന ബർത്ത്ഡേ പാർട്ടി നടത്താൻ വേണ്ടി നീ തീരുമാനിച്ചത് ഞാൻ അറിഞ്ഞു. I would like to hear more about it. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം. വാട്ട് കൈൻഡ് ഓഫ് പാർട്ടി ഡിഡ് യു ഓർഗനൈസ്? എന്ത് തരത്തിലുള്ള പാർട്ടിയാണ് നീ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്? എല്ലാവരും കൂടെ വീട്ടിൽ വിളിച്ച് രാത്രി പെട്ടെന്ന് ഇരുട്ടാകുമ്പോൾ പെട്ടെന്ന് ലൈറ്റിട്ട് അമ്മേനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന പാർട്ടിയാണോ? അല്ലെങ്കിൽ അമ്മേനെ എങ്ങോട്ടെങ്കിലും പിന്നെ ഒരു റിസോർട്ടിലേക്ക് വരും അമ്മയെന്ന് പറഞ്ഞിട്ട് കാറിൽ കൊണ്ടുപോയി കഴിഞ്ഞ് വലിയൊരു ഹോട്ടലിൽ കൊണ്ടുപോകുന്ന പാർട്ടിയാണോ? അല്ലെങ്കിൽ വീട്ടിൽ അമ്മയ്ക്ക് നല്ല ഉടുപ്പുകളൊക്കെ വാങ്ങിക്കൊടുത്തതിന് ശേഷം എല്ലാവരും ഒന്നിച്ച് കൂടി നിന്ന് അമ്മേനെ സന്തോഷിക്കുന്ന പാർട്ടി? അതെങ്ങനെയാണ് നീ ഓർഗനൈസ് ചെയ്യുന്നത്? ഇറ്റ്സ് എ സർപ്രൈസ് പാർട്ടി ദാറ്റ് ഓർഗനൈസ്ഡ് ഓർ ഇറ്റ് മസ്റ്റ് ഹാവ് ഓർഗനൈസേഷൻ. ഓർഗനൈസ് ചെയ്യണം, പക്ഷേ മറ്റാരും അറിയാതെ. ഹൂ ഓൾ ഡിഡ് യു ഇൻവൈറ്റ്? ആരൊക്കെ വിളിച്ചിട്ടുണ്ട്? ഹൗ ഡിഡ് ഇറ്റ് ഗോ? എങ്ങനെയാണ് നടന്നു പോവുക? ഡു യു ലെറ്റ് മീ നോ? എങ്ങനെയാണ് ഈ അതിൽ പ്ലാൻ ചെയ്തതെന്നാണ്. ലവ്, ജി. അപ്പോൾ ഈ പിന്നെ ഇമെയിൽ സന്ദേശത്തിൽ ഒരുപാട് കാര്യങ്ങൾ ലവിങ്ലി വേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അങ്ങനെയൊന്നും എഴുതില്ല. നമ്മളിപ്പോൾ സാധാരണ സംഭാഷണം പോലെയാണ് ഇൻഫോർമലായിട്ടുള്ള ഇമെയിൽ സന്ദേശങ്ങൾ. അതിന് ഷോർട്ട് ഫോംസും കൂടിയുണ്ട്. അതൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ലെറ്റ് us ഐഡൻറ്റിഫൈ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇൻഫോർമൽ ഇമെയിൽ ലെറ്റേഴ്സ്. ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിൽ ലെറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ആദ്യം ഓപ്പൺ വിത്ത് ആൻ ഇൻഫോർമൽ ഗ്രീറ്റിംഗ്. ഒരു ഔപചാരികമല്ലാത്ത ഒരു അഭിസംബോധനയോടുകൂടി തുടങ്ങും. ഹായ് സുനിത, ഹായ് ഫ്രണ്ട്, ഹായ് ഗോപാൽ, ഹായ് ഫാത്തിമ എന്നൊക്കെ പറയുന്നതാണ്. ദ മെയിൻ ബോഡി ഇൻ വിച്ച് ദ സബ്ജക്റ്റ് ഈസ് ഡെവലപ്ഡ്. പിന്നെ എന്താണ് ഇമെയിലിലെ കാര്യം, എന്താണ് അതിലെ വിഷയം എന്നുള്ളത് കാണും. പിന്നെ ഫിനിഷ് വിത്ത് ആൻ ഇൻഫോർമൽ ഫ്രൈസ്. വളരെ ഇൻഫോർമലായിട്ടുള്ള, വളരെ ഔപചാരികമല്ല. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ അനൗപചാരികം. ലവിങ്ലി എന്നൊക്കെ ഔപചാരികമായിട്ട് നമ്മൾ പറയുന്നതാണ്. ഇതിന് പകരം ലവ്, ജെയിൻ, സ്നേഹം. ആ സുനിത, ഡേ സുനിത, അല്ലെങ്കിൽ ഹായ് സുനിത എന്നാണ് ഈ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു ഇൻഫോർമലായിട്ടുള്ള, ഫോർമൽ അല്ലാത്ത രീതിയിലുള്ള സംസാരമാണ്. അപ്പോൾ ആ ഫോർമൽ അല്ലാത്ത ഗ്രീറ്റിങ്ങുകൾക്ക് അടുപ്പം കൂടും. വളരെ അടുത്തവർ തമ്മിലാണ് ഇത്തരത്തിലുള്ള ഗ്രീറ്റിങ്ങൾ നടത്തുക. ഹായ് ഹണി, ഹായ് ഹൗ ആർ യു, വാട്സാപ്പ് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള അടുത്ത ബന്ധമുള്ളവരോട്. അത് ഇൻഫോർമലാണ്, ഔപചാരികത ഇല്ലാത്ത സംസാരമാണ്. ലവ് ജി. Now I will give you an activity. Now imagine that the grandmother in the story writes a letter or sends an email to Triveni of Kashiyatra. Attempt her letter or email for her. അപ്പം നമ്മളെ ഈ കഥാകാരി, നമ്മളെ ഈ പിന്നെ ഗ്രാൻഡ് മദർ ത്രിവേണി എന്ന് പറഞ്ഞ എഴുത്തുകാരിക്ക് അയക്കുന്ന ഒരു ഇമെയിൽ റൈറ്റർ നിങ്ങൾ ഉണ്ടാക്കണം. ഹായ് ത്രിവേണി എന്നോ, അല്ലെങ്കിൽ എന്താണ് പിന്നെ സാലുട്ടേഷൻ നമ്മൾ ആ മുന്നിൽ കൊടുക്കുന്ന സാധനം, അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്താണ്, അതിൻ്റെ പിന്നെ എൻഡിങ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഇൻഫോർമലായിട്ടുള്ള ഒരു ഇമെയിൽ നിങ്ങൾ ഈ കമൻസ് വിടുന്നത് പോലെ തന്നെയാണ് ഏകദേശം. അതിലൽപ്പോൾ കുറച്ചും കൂടി ഒരു എക്സ്പാൻഡഡ് ഫോം ഓഫ് എ കമൻറ്റ്. ഓക്കെ, another second activity I will discuss in the next class. Have a good day. Thank you all.